ഗുഡ് മോർണിംഗ്. ഹാപ്പനിങ് അവേഴ്സിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര നായർ. ഇന്നേ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. മൂന്നാം മോദി സർക്കാർ രൂപീകരണത്തിൽ ഇന്ന് നിർണായകം. NDA ലോക്സഭാ കക്ഷിയോഗം രാവിലെ 11-ന് പാർലമെന്റിൽ മോദിയെ നേതാവായി തിരഞ്ഞെടുക്കും. സർക്കാർ രൂപീകരിക്കാൻ ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണാൻ സാധ്യത. സത്യപ്രതിജ്ഞ ഞായറാഴ്ചയിലേക്ക് മാറ്റിയേക്കും. വകുപ്പ് വിഭജനത്തിൽ തീരുമാനമാകാതെ NDA പ്രതിസന്ധിയിൽ. പ്രധാന വകുപ്പുകൾക്ക് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകാനാകില്ലെന്ന് BJP. TDP JDU കക്ഷികൾക്ക് 3 ക്യാബിനറ്റ് മന്ത്രിമാരെ നൽകാമെന്ന് വാഗ്ദാനം. പ്രതികരിക്കാതെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. വിലപേശൽ തുടർന്ന് JDUവും TDPയും. സംസ്ഥാന BJPയിൽ നേതൃമാറ്റമെന്ന സൂചന. MT രമേശ് BJP സംസ്ഥാന അധ്യക്ഷനായേക്കും. രമേശിന് RSSന്റെ പിന്തുണ. നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ. തൃശൂരിൽ വിജയിപ്പിച്ചത് അരാഷ്ട്രീയ വോട്ടുകളെന്ന് സുരേഷ് ഗോപി. താൻ കേന്ദ്രമന്ത്രിയാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. At least 10 ministries so that I can draw all that will turn into benevolence and benefits for my state and certain modules which are very inevitable in my constituents. സുരേഷ് ഗോപിയുടെ പ്രതികരണം ന്യൂസ് മലയാളത്തോട്. തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും DCC ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. അനിലക്കരയ്ക്കും MP വിൻസെന്റിനുമെതിരെ പോസ്റ്റർ. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് ആരോപണം. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യം. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങളിൽ വനിതാ ലീഗിന് വിലക്ക്. പാനൂരിലെ ആഘോഷങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ട സഹോദരിമാരോട് മതം നിഷ്കർഷിക്കുന്നതിന് ഭംഗം വരുന്ന ആഘോഷം വേണ്ട. വനിതകൾ അഭിവാദ്യം ചെയ്താൽ മതിയെന്നും PK ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം. കൊച്ചി രാജ്യാന്തര അവയവ കച്ചവട കേസിൽ എറണാകുളം ജില്ലയിലെ ആശുപത്രികളും നിരീക്ഷണത്തിൽ. വിദേശികളെ അവയവം മാറ്റിവെക്കാൻ കൊച്ചിയിലെത്തിച്ചെന്ന് മുഖ്യ ഏജന്റിന്റെ മൊഴി. 11 വിദേശികളുടെ അവയവം മാറ്റിവെച്ചെന്ന് ബല്ലം രാമപ്രസാദ് ഗൊണ്ട. അന്വേഷണം ശക്തമാക്കി പോലീസ്. കോഴിക്കോട് മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയ SIക്കെതിരെ കേസ്. ബാലുശ്ശേരി സ്റ്റേഷനിലെ SI രാധാകൃഷ്ണൻ സ്ഥിരമായി പണം നൽകാതെ പോകുന്നുവെന്ന പരാതി. ജീവനക്കാരെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഹോട്ടൽ അധികൃതർ. തൃശൂർ അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ പുലി കിണറ്റിൽ വീണു. പുലി വീണത് കണ്ണൻകുഴി സ്വദേശി ഷിബുവിന്റെ വീട്ടിലെ കിണറ്റിൽ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പുലിയെ രക്ഷപ്പെടുത്തി. സംഭവം ഇന്നലെ അർദ്ധരാത്രി. RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് 22-ാം പ്രതി ഷെയ്ഖ് അഫ്സൽ. പൊള്ളാച്ചിയിലെ ഭാര്യ വീട്ടിൽ നിന്ന് പിടികൂടിയത് ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം.
കേസിനാസ്പദമായ സംഭവം നടന്നത് 2021 നവംബർ 15-ന്. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരു കോടതിയിൽ ഹാജരാകും. കേസ് 40% കമ്മീഷൻ സർക്കാരെന്ന് BJP സർക്കാരിനെ വിമർശിച്ചതിന് കേസിൽ പ്രതികളായ സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരായ പരാതികളിൽ ഇടപെട്ട ആരോഗ്യമന്ത്രി അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി വീണ ജോർജ്. തീരുമാനം കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതരെ വിളിച്ചുവരുത്തി നടത്തിയ പ്രത്യേക യോഗത്തിൽ. വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നുയർന്ന് സുനിത വില്യംസ്. നാസയുടെ ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർലൈനർ ഭ്രമണപഥത്തിൽ. Indeed. Yeah, we are thrilled as well. I'm not sure we could have gotten a better welcome. I mean, we had music, we had Matt was dancing. It was great. വിക്ഷേപിച്ചത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന്. 7 ദിവസം സുനിത വില്യംസും ബുച്ച് വിൽമോറും നിലയത്തിൽ തങ്ങും. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനിത് 3ാം ബഹിരാകാശ ദൗത്യം. നിയുക്ത MP-യും നടിയുമായ കങ്കന റണൌട്ടിന്റെ കരണത്തടിച്ച് CISF കോൺസ്റ്റബിളിന് സസ്പെൻഷൻ. കർഷക സമരത്തെ തള്ളിപ്പറഞ്ഞതിലെ വിരോധമെന്ന് കോൺസ്റ്റബിൾ, സുരക്ഷാ വീഴ്ചയെന്ന് CISF. സംഭവം ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിനിടെ. സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി മുസ്ലിം ലീഗ്. തീരുമാനം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടേത്. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം എന്നിവർക്ക് വിയോജിപ്പ്. പ്രതിഷേധമറിയിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന നേതൃത്വം. സർക്കാർ രൂപീകരണത്തിന് ഉടൻ അവകാശവാദം ഉന്നയിക്കാനില്ലെന്ന ഇന്ത്യ മുന്നണിയുടെ സമീപനത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അതൃപ്തി. 5 വർഷം കാത്തിരിക്കാനുള്ള നിലയിലല്ല സഖ്യമെന്നും തൃണമൂൽ. നിലപാടിന് പിന്തുണ തേടി അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കളെ സന്ദർശിച്ച് അഭിഷേക് ബാനർജി. ലോക്സഭയിൽ 100 സീറ്റ് തികച്ച് കോൺഗ്രസ്. 3 അക്കം തികച്ചത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിമതനായി മത്സരിച്ച വിശാൽ പാട്ടീൽ പിന്തുണയുമായി എത്തിയതോടെ. വിശാൽ പാട്ടീലിനെ സ്വാഗതം ചെയ്ത് മല്ലികാർജുൻ ഖാർഗെ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും കൈകോർത്തത് BJPക്കെതിരെ പൊരുതാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്നും ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ്. കേരളത്തിൽ മഴ അതിശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നലെ പെയ്തത് അതിശക്തമായ മഴ. വിരമിക്കൽ മത്സരത്തിൽ സുനിൽ ഛേത്രിക്ക് നിരാശ. കുവൈറ്റിനെതിരായ മത്സരത്തിൽ ഗോൾ രഹിത സമനില. കളി കാണാനെത്തിയത് 1.5 ലക്ഷത്തിലേറെ പേർ. NCP അജിത് പവാർ വിഭാഗത്തിന്റെ യോഗത്തിൽ നിന്ന് 5 MLA-മാർ വിട്ടുനിന്നെന്ന് റിപ്പോർട്ട്. യോഗം വിളിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ. MLA-മാർ എത്താതിരുന്നത് നിരവധി പേർ ശരത് പവാറുമായി ആശയവിനിമയത്തിലാണെന്ന സൂചനകൾക്കിടെ. സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ഇന്ന്. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം നിർവഹിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഏറ്റുവാങ്ങും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളും.
അഭിപ്രായ വ്യത്യാസം വീണ്ടും പരസ്യമാക്കി KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും. മാണി ഗ്രൂപ്പിന്റെ പ്രവേശനത്തിലും വയനാട് സീറ്റിലും സുധാകരനെ തള്ളി സതീശൻ. വിഷയത്തിൽ പാർട്ടി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം ചുമത്തൽ സംബന്ധിച്ച് വാദം ബോധിപ്പിക്കാൻ കൂടുതൽ സമയം തേടി ശ്രീറാം വെങ്കട്ടരാമൻ. ശ്രീറാം കൂടുതൽ സമയം തേടിയത് കോടതിയിൽ ഹാജരാകാതെ. അടുത്ത മാസം 18-ന് നേരിട്ടെത്തി വാദം ബോധിപ്പിക്കാൻ ഉത്തരവിട്ട് തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ശ്രീറാം വാദം ബോധിപ്പിക്കാൻ സമയം തേടുന്നത് ഇത് 3-ാം തവണ. റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ US ആയുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ജോ ബൈഡൻ. US-ന്റെ നിലപാട് മാറ്റത്തിന് കാരണം ഖാർഗിവി നഗരത്തിലെ റഷ്യയുടെ മുന്നേറ്റം. പ്രസ്താവന ഫ്രാൻസിൽ D-Dayയുടെ 80-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കവേ. യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി വ്ളാദിമിർ പുതിൻ. മോസ്കോയുമായുള്ള പോരാട്ടത്തിൽ കൈവിനെ പിന്തുണയ്ക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പുതിൻ. പ്രതികരണം US-ൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും യുക്രൈന് സൈനിക സാമ്പത്തിക സഹായം ലഭിക്കുന്നത് തുടരുന്നതിനിടെ. വിരാട് കോഹ്ലിയെ വെല്ലുവിളിച്ച് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. വെല്ലുവിളി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ. പരിഹാസവും വെല്ലുവിളിയും ആദ്യ മത്സരത്തിൽ തിളങ്ങാനാവാത്ത സാഹചര്യത്തിൽ. T20 ലോകകപ്പിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ അമേരിക്ക സ്വന്തമാക്കിയത് 5 റൺസിന്റെ ജയം. അർദ്ധ സെഞ്ചുറി നേടിയ മോനങ് പട്ടേൽ കളിയിലെ താരം. ഫ്രഞ്ച് ഓപ്പൺ സെമി ഫൈനലിൽ ഇന്ത്യക്ക് തിരിച്ചടി. രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയൻ താരം മാത്യു എബ്ഡൻ സഖ്യം പുറത്ത്. ഇൻഡോ ഓസീസ് സഖ്യം പരാജയപ്പെട്ടത് ഇറ്റാലിയൻ സഖ്യം സിമോൺ ബൊലേലി ആൻഡ്രി വവാസോറി സഖ്യത്തോട്. പൊലിഞ്ഞത് കളിമൺ കോർട്ടിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന ബൊപ്പണ്ണയുടെ സ്വപ്നം. തുടർച്ചയായ 3-ാം തവണയും ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച് പോളണ്ടിന്റെ 1-ാം സീഡ് ഇഗ സ്വിഡാക്. സെമിയിൽ US-ന്റെ 3-ാം സീഡ് കൊക്കോ ഗാഫിനെ കീഴടക്കിയത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. ഫ്രഞ്ച് ഓപ്പണിൽ താരത്തിന്റെ തുടർച്ചയായ 20-ാം വിജയം. ഇറങ്ങുന്നത് കരിയറിലെ 5-ാം ഗ്രാൻഡ് സ്ലാം ഫൈനൽ പോരാട്ടത്തിന്.